മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. ബഹുമാനമുള്ള സ്നേഹാദരങ്ങളായ സഹോദരന്മാരെ, സഹോദരികളെ, ഒരു തിരുമൊഴി അനുസ്മരിച്ച് ഈ ഒരു വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കുവാനാണ് ഉദ്ദേശം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ സാക്ഷിയാക്കി ലോകരോട് അതിശക്തമായ ഭാഷയിൽ ഒരു മുന്നറിയിപ്പാണ്. അത് ഗൗരവപ്പെട്ട ഒരു താക്കീതുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി ഉഹർരിജു ഹഖ്ഖ ദ്ദഈഫൈൻ അൽ യതീമി വൽ മർഅതി. ഇതാണ് പ്രസ്തുത തിരുമൊഴി. അല്ലാഹുമ്മ എന്ന വിളിയിൽ അള്ളാഹുവെ സാക്ഷിയാക്കുകയാണ്. എന്തിന്? ഇന്നി ഉഹർരിജു എന്ന് പറഞ്ഞാൽ ഉദയ്യിഖു അലന്നാസ് ഫീ തദ്യീഇ ഹഖ്ഖിഹിമ വ ഉശദ്ദിദു അലൈഹിം ഫീ ദാലിക്. ഞാൻ ജനങ്ങളുടെ മേൽ കുടുസാക്കുകയാണ്, അവരുടെ മേൽ കഠിന നിലപാടുകാരനുമാണ്. ദുർബല വിഭാഗമായ രണ്ട് പേരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിൽ, അവരുടെ അവകാശം പാഴാക്കുന്നതിൽ. അതിൽ ഒന്ന് യതീമാണ്, മറ്റൊന്ന് സ്ത്രീയാണ്. ഏറെ ഗൗരവപ്പെട്ട ഒരു വചനമാണിത്. മേലായ റബ്ബിനെ സാക്ഷിയാക്കി യതീമിൻ്റെയും സ്ത്രീയുടെയും അവകാശം പാഴാക്കുന്ന വിഷയത്തിൽ അവർക്കുള്ള ബാധ്യത നിർവഹിക്കാത്ത വിഷയത്തിൽ ജനങ്ങളോട് ഞാൻ കഠിന ഹൃദയമുള്ളവനാണ്, കടുത്ത മുന്നറിയിപ്പുകാരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അക്കാലഘട്ടത്തിൻ്റെ കെടുതികളിൽ നിന്ന് യതീമിനെയും സ്ത്രീയെയും മോചിപ്പിക്കുവാൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ലോകരോട് പ്രഖ്യാപിച്ചത്. അന്ന് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പകൽ മുഴുവൻ ചെലവഴിച്ച ഒരു വിഷയമുണ്ട്. രണ്ട് പെൺകുട്ടികളുടെ സ്വത്ത് അവരുടെ പിതാവ് മരണപ്പെട്ടതിൽ പിന്നെ പിതൃ സഹോദരൻ ഏൽക്കുകയും മരണപ്പെട്ട വ്യക്തിയുടെ വിധവക്കോ അതോടെ അനാഥരായ പെൺമക്കൾക്കോ ഒട്ടും നൽകാതെ എല്ലാം ഏറ്റെടുത്തു പോവുകയും ചെയ്ത വിഷയത്തിലാണ്, ഈ മൂന്ന് സ്ത്രീകളുടെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അർഹമായത് നേടിക്കൊടുക്കാൻ ഒരു പകൽ മുഴുവൻ ചെലവഴിക്കുകയുണ്ടായത്. വിശുദ്ധ മദീനയിൽ അന്ന് സൂഖ് അസ്വാഫ് എന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാനുണ്ടായ കാരണം, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സഅദ് ബിൻ റബീഇന്റെ വിധവ തൻ്റെ സങ്കടം ബോധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നതിനാലായിരുന്നു. സഅദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായി. അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ അതിനെ തുടർന്ന് സഹോദരൻ കൊണ്ടുപോയി. രണ്ട് പെൺമക്കളുണ്ട്, അവർക്കൊട്ടും ശേഷിപ്പിക്കാതെയാണ് പണി ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ വികാരഭരിതനായി. ഏറെ വൈകാതെ ഈ വിഷയത്തിൽ അതിശക്തമായ ഭാഷയിൽ അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾ അവതീർണമായി. സൂറത്തു നിസായിൻ്റെ തുടക്കഭാഗങ്ങൾ പലതും അതോടുകൂടി അവതീർണമായി. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ
വസയസ്ലൗന സഈറ എന്ന് തുടങ്ങി പല വചനങ്ങൾ നമ്മൾ വായിക്കുന്നു. യതീമുകളുടെ സ്വത്ത് അന്യായമായി ഭുജിക്കുന്നവൻ തൻ്റെ വയറ്റിലേക്ക് തിന്നു നിറച്ചുകൊണ്ടിരിക്കുന്നത് അഗ്നി മാത്രമാണ്. അത്തരക്കാർ നരകത്തീയിൽ കിടന്നെരിയും എന്ന് അള്ളാഹുവിൽ നിന്നുള്ള അതിശക്തമായ മുന്നറിയിപ്പ് വരികയുണ്ടായി. ഈ 3 സ്ത്രീകളുടെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു ചെന്ന് ഒരു പകൽ മുഴുവൻ അവിടം കഴിഞ്ഞ് അവർക്കുള്ള സ്വത്ത് കണ്ടുകെട്ടി അവരുടെ വിഹിതങ്ങൾ പൂർണ്ണ അളവിൽ വാങ്ങിച്ചു നൽകി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രദോഷത്തിൽ മടങ്ങുകയുണ്ടായത്. സഅദിൻ്റെ സ്വത്തിൽ 2/3 അദ്ദേഹത്തിൻ്റെ യതീമുകളായ പെൺമക്കൾക്ക് അളന്നു നൽകി. വിധവക്കുള്ള 1/8 നൽകിയതിന് ശേഷം ബാക്കി മാത്രമാണ് സഅദിൻ്റെ സഹോദരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷിപ്പിക്കുകയുണ്ടായത്. സഹോദരന്മാരെ, ഈ ഒരു ചരിത്രം ഉദ്ധരിച്ചത് അക്കാലഘട്ടത്തെ ഒന്ന് വായിക്കാനാണ്. ജാഹിലിയത്തിൻ്റെ അനീതിയും അക്രമവും സ്ത്രീജനങ്ങളോട് എങ്ങനെയായിരുന്നു എന്നത് ഒന്നോർക്കുവാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി ഉഹർരിജു ഹഖ്ഖ ദ്ദഈഫൈൻ അൽ യതീമി വൽ മർഅതി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ലോകരോട് കഠിനമായി പെരുമാറും, അവരുടെ മേൽ ഞാൻ പിടിമുറുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹർരിജു എന്ന പ്രയോഗത്തിലൂടെ പറഞ്ഞത്? സ്ത്രീജനങ്ങളും യതീമുകളും ഒരുപോലെ അന്ന് അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നവരായിരുന്നു. അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ബാധ്യതകൾ തഴയപ്പെടുമായിരുന്നു. ബാധ്യതകളിൽ അവർ തഴയപ്പെടുമായിരുന്നു. ജീവിക്കുവാനുള്ള അവകാശം പോലും പല അറേബ്യൻ ഗോത്രങ്ങളും പെണ്ണിനന്ന് നിഷേധിച്ചിരുന്നു എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമായിരിക്കെ മറ്റ് അവകാശങ്ങളെക്കുറിച്ച്, അത് ഹനിക്കപ്പെടുന്നതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അവർക്ക് ഹനിച്ചിരുന്നതായ അവകാശങ്ങൾ അത് ജീവിക്കാനും സമ്പാദിക്കാനും സംസ്കൃതരാകാനും അനന്തരമെടുക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒക്കെ വകവെക്കുകയും അവർക്ക് അവസരങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുകയായിരുന്നു. തിരുവിയോഗത്തിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പ്രസംഗം ഹജ്ജത്തുൽ വദാഇൽ സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകം ഊന്നിയായിരുന്നു. അലാ വസ്തൗസു ബിൻ നിസാഇ ഖൈറ ഫഇന്നമാ ഹുന്ന അവാനിൻ ഇൻദകും ഫത്തഖുല്ലാഹ ഫിൻ നിസാ ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ വിഷയം ഏറെ അനുസ്മരിക്കുകയുണ്ടായി. അവിടുത്തെ അവസാനത്തെ ആ പ്രസംഗത്തിൽ സ്ത്രീകളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണേ, സ്ത്രീകൾ നിങ്ങളുടെ അടുക്കൽ ആശ്രിതരാണ്, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിൽ നിന്നുള്ള നിർഭയത്വത്താൽ, അള്ളാഹുവിൽ നിന്നുള്ള കരാറിനാൽ നിങ്ങൾ ഏറ്റെടുത്തവരാണ് നിങ്ങളുടെ സ്ത്രീകൾ. അതുകൊണ്ട് അള്ളാഹുവിൽ സൂക്ഷ്മത വേണം സ്ത്രീകളുടെ വിഷയത്തിലെന്നൊക്കെ അവിടുന്ന് പ്രസംഗിക്കുകയുണ്ടായി. ഈ ദുനിയാവിൽ നിന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാകുന്ന സമയം അവിടുത്തെ അവസാനത്തെ വസീയത്തുകളിൽ നിസ്കാരത്തെക്കുറിച്ചും മറ്റുമൊക്കെ വസീയത്ത് ചെയ്തപ്പോൾ സ്ത്രീകളെക്കുറിച്ചും അടിമകളെക്കുറിച്ചും അവരോട് നന്മയിൽ വർത്തിക്കുവാൻ വസീയത്തോതിയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുനിയാവിൽ നിന്നുള്ള പരലോകയാത്ര. സ്ത്രീകൾ മാതാക്കളായാലും മക്കളായാലും സഹോദരികളായാലും മാതൃ സഹോദരികളായാലും പിതൃ സഹോദരികളായാലുമൊക്കെ പുരുഷന്മാരുടെ മേൽ പലവിധ ബാധ്യതകളും അവർക്ക് നേരെയുള്ള ഉത്തരവാദിത്തങ്ങളും പുരുഷൻ ഏൽപ്പിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ തണലിൽ ഒരു സ്ത്രീ പതിവ്രതയായി പരിശുദ്ധയായി സംരക്ഷിക്കപ്പെടാനും അവർക്ക് ആരാധിക്കുവാൻ അവകാശങ്ങൾ നേടുവാൻ സമ്പാദിക്കുവാൻ വിദ്യ അഭ്യസിക്കുവാൻ ഇങ്ങനെ തുടങ്ങി ഇസ്ലാം സ്ത്രീകളുടെ സുരക്ഷയും അവർക്കുള്ള പരിരക്ഷയും കൃത്യമാക്കി കണിശമാക്കി. മാതാക്കളുടെ വിഷയത്തിൽ ഏറെ ശക്തമാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ഒരു വലിയ കുറ്റം ചെയ്ത ഒരു മനുഷ്യൻ പശ്ചാത്താപത്തിന് അവസരമുണ്ടോ, തോബക്ക് ഇനി ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോൾ ഉമ്മുക ഹയ്യത്തുൻ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദ്യകർത്താവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയുണ്ടായത്. ഉമ്മ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദ്യകർത്താവിനോട് ഇബ്നു അബ്ബാസ് പറഞ്ഞത്, തുബ് ഇലല്ലാഹ് വതഖറബ ഇലൈഹി മസ്തതഅത്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങ്, കഴിയുന്നത്ര പുണ്യങ്ങൾ പ്രവർത്തിച്ച് അള്ളാഹുവിലേക്ക് അടുക്കൂ എന്നാണ്. ഒരു കൊലയാളിയായിരുന്നു ചോദ്യകർത്താവ്. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദ്യത്തിന് ഉത്തരമായി ഇബ്നു അബ്ബാസ് പറഞ്ഞപ്പോൾ ശിഷ്യൻ പിന്നീട് ഇബ്നു അബ്ബാസിനോട് ചോദിക്കുന്നുണ്ട്, ലിമ സഅൽതഹു അൻ ഹയാത്തി ഉമ്മിഹി, ഉമ്മയുടെ ജീവിതത്തെക്കുറിച്ച് എന്തിനാണ് അങ്ങ് ചോദ്യകർത്താവിനോട് ചോദ്യം ഉന്നയിച്ചത്? ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഇന്നി ലാ അഅലമു അമലൻ അഖ്റബ ഇലല്ലാഹ് മിൻ ബിർരിൽ വാലിദ, ഉമ്മക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുവാൻ മറ്റൊരു അമലും കർമ്മവും എനിക്കറിയുകയില്ല എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ ഒരു വിഷയം മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ്? ഒരു മാതാവിന് ദീൻ കൽപ്പിക്കുന്ന വിലയും മാതൃത്വത്തിന് ഇസ്ലാമിലുള്ള സ്ഥാനവും അത് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയതിനാലാണ്. മുആവിയ അസ്സുലമി തിരുനബിയുടെ അടുക്കലേക്ക് പുണ്യ ജിഹാദിൽ പങ്കെടുക്കാൻ വരികയും കൂടിയാലോചന നടത്തുകയും ചെയ്തത് ചരിത്രത്തിൽ വായിക്കാം. ധീരധീരം പോരാടി പുണ്യാളനാകാൻ ഉദ്ദേശിച്ചു വന്ന മുആവിയയോട് തിരുദൂതർ ഒറ്റ ചോദ്യമാണ്, ഹല്ലക മിൻ ഉമ്മിൻ, നിനക്ക് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അതെ എന്ന് പ്രതികരിച്ചപ്പോൾ ഫർജിഇ ഇലൈഹ ഫബറഹ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹ, ഉമ്മയുടെ അടുക്കലേക്ക് മടങ്ങിക്കോ,
അവർക്ക് പുണ്യം ചെയ്ത് ജീവിച്ചോ അവരുടെ ഇരു കാലുകൾക്ക് കീഴിലുമാണ് സ്വർഗം എന്നാണ്. ഇൽസം റിജ്ലഹ ഫസമ്മൽ ജന്നത്തു, ഉമ്മാൻ്റെ കാൽ വിടാതെ കൂടിക്കോ, അവിടെ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ് ജിഹാദിന് വന്ന മുആവിയയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി അയച്ചത് നമ്മൾ വായിക്കുന്നു. മാതാവിൻ്റെ വിഷയത്തിൽ ഇത് വായിക്കുമ്പോൾ മക്കളുടെ വിഷയത്തിൽ ഇതുപോലെ മറ്റ് തിരുദൂതരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമ്മൾ വായിക്കുന്നു. മൻ കുന്ന ലഹു സലാസു ബനാതിൻ യുവീഹിൻ വയർഹമുഹുൻ വയക്ഫുലുഹുൻ വജബത് ലഹുൽ ജന്നത്തുൽ ബത്ത എന്നാണ്. ഒരാൾക്ക് 3 പെൺമക്കളുണ്ട് എങ്കിൽ ആ പെൺമക്കളെ യുവീഹിൻ അവർക്ക് അഭയം നൽകുന്നു, വയർഹമുഹുൻ അവരോട് കനിവിൽ കഴിയുന്നു, വയക്ഫുലുഹുൻ അവർക്ക് സുരക്ഷയേകുന്നു എങ്കിൽ അയാൾക്ക് എന്നേക്കുമായി സ്വർഗം അനിവാര്യമായിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പെൺമക്കളുടെ വിഷയത്തിൽ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, രണ്ട് പെൺമക്കളുള്ള ഒരാൾക്കും ഇങ്ങനെ സ്വർഗമുണ്ടോ? അപ്പോൾ തിരുദൂതർ വഇൻകാനത് ഇസ്നതൈൻ, 2 പെൺമക്കളാണെങ്കിലും അവർക്ക് അഭയവും അവർക്ക് കരുണയും അവർക്ക് കാവലുമായിട്ടുണ്ട് എങ്കിൽ സ്വർഗമുണ്ട് എന്നറിയിച്ചു. അപ്പോൾ ചിലരെ നോക്കി പറയുകയാണ്, ഒരു പെൺകുട്ടിയുടെ വിഷയം ചോദിച്ചാലും തിരുദൂതർ ഒരു പെൺകുട്ടിക്ക് കാവലും കരുണയും അഭയവുമായാൽ സ്വർഗമുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേനെ എന്നാണ്. മറ്റ് ചില നിവേദനങ്ങളിൽ മൻ കാന ലഹു സലാസു ബനാതിൻ ഫസബറ അലൈഹിന്ന വഅതഅമഹുന്ന വസഖാഹുന്ന വകസാഹുന്ന മിൻ ജിദതിഹി എന്നാണ് പ്രയോഗമുള്ളത്. 3 പെൺമക്കൾ ഉള്ളവർ ആ പെൺമക്കളുടെ വിഷയത്തിൽ ക്ഷമിക്കുന്നു, അവർക്ക് ആഹാരം നൽകുന്നു, പാനീയം നൽകുന്നു, വസ്ത്രം നൽകുന്നു, ഒക്കെ തൻ്റെ സമ്പത്തിൽ നിന്ന്. എങ്കിൽ ആ പെൺമക്കൾ കുന്ന ലഹു ഹിജാബൻ മിനന്നാർ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകത്തീയിൽ നിന്ന് ഈ രക്ഷിതാവിന് മറയായിരിക്കും എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. അന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ഒരു സാധു സ്ത്രീ മിസ്കീനത്ത് അവരുടെ 2 പെൺമക്കളെയും ഏറ്റി വരികയുണ്ടായി. ആയിഷ പറയുകയാണ്, 3 കാരക്കകൾ ഞാൻ തിന്നാൻ ആ സാധു സ്ത്രീയെ ഏൽപ്പിച്ചു. ഒന്ന് അവർക്കും ഓരോ കാരക്ക 2 പെൺമക്കൾക്കും നൽകുന്നതിന് വേണ്ടി. ആ സ്ത്രീ ഓരോ കാരക്കകൾ തൻ്റെ ഓരോ പെൺമക്കൾക്ക് നൽകി. ഒരു കാരക്ക ശേഷിച്ചത് അവരവരുടെ വായിലേക്ക് തിന്നാൻ ഉയർത്തി എന്നാണ്. ഫഅതത് കുല്ല വാഹിദത്തിൻ മിൻഹുമാ തംറതൻ വറഫഅത് ഇലാ ഫീഹാ തംറതൻ ലിതഅകുലഹ, അവർ തിന്നാൻ ഭാവിച്ചാണ് ആ കാരക്ക ഉയർത്തിയത്. പക്ഷേ ഫസ്തത് അമത്ഹാ ഇബ്നതാഹ, മഹദിയുടെ 2 പെൺമക്കൾ അവരുയർത്തിയ ആ കാരക്ക ഉമ്മയോട് ആവശ്യപ്പെടുകയാണ്. ആയിഷ പറയുകയാണ്, ഫശഖ്ഖതി തംറത അല്ലതി കാനത് തുരീദു അൻ തഅകുലഹ ബൈനഹുമ, അവർ തിന്നാൻ ഭാവിച്ച ആ കാരക്ക 2ആക്കി പകുത്ത് ആ 2 പെൺമക്കൾക്ക് അവർ നൽകി. ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം മക്കളില്ലല്ലോ, പക്ഷേ ഈ ഒരു കാര്യം ഫഅജബനി ശഅ്നുഹ എന്നാണ്. അതവർക്ക് വലിയ കൗതുകമുണ്ടാക്കി, ആശ്ചര്യമുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മഹദി ഈ മിസ്കീനത്തായ സ്ത്രീയുടെ വിഷയം കേൾപ്പിച്ചു.
എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന വഅതഖഹാ ബിഹാ മിനൻ നാർ എന്നാണ്. ആ ഒരു ചെയ്തിയിലൂടെ ആ മഹദിക്ക് അള്ളാഹു സ്വർഗം അനിവാര്യമാക്കി, നരകത്തിയിൽ നിന്നുള്ള മോചനവും അള്ളാഹു കനിഞ്ഞു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് നമ്മളോട് പറയുന്നത് എന്താണ്? സ്ത്രീകൾ, മാതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും ഇസ്ലാമിൽ അവർ എത്ര മഹനീയരാണ്, അവർക്കുള്ള ആദരവും ബഹുമാനവും എത്രമേലാണ്. ഇത് കേവലം മാതാക്കളുടെയും മക്കളുടെയും വിഷയത്തിൽ മാത്രമല്ല, പ്രത്യുത മറ്റു സ്ത്രീജനങ്ങളുടെയും വിഷയത്തിൽ ഇതുപോലത്തെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കും. ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവരുടെ ഒരു കുടുംബക്കാരൻ അൽ മുത്തലിബ് ബിനു അബ്ദില്ല അൽ മഖ്സൂമിയെ വിളിക്കുന്നുണ്ട്. യാ ബുനൈ അല ഉഹദ്ദിസുക ബിമാ സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതരിൽ നിന്ന് ഞാൻ കേട്ട ഒരു വിഷയം ഞാൻ നിന്നോട് ഓതട്ടെ എന്നാണ് മോനെ എന്ന് വിളിച്ച് മഹദി ഉമ്മു സലമ പറയുന്നത്. ബല യാ ഉമ്മ, ഉമ്മ പറയൂ എന്ന് അൽ മുത്തലിബ് പറഞ്ഞപ്പോൾ മഹദി ഒരു തിരുമൊഴി ഉദ്ധരിച്ചു. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടത് അവർ ഉദ്ധരിച്ചത് ഇപ്രകാരം: മൻ അൻഫഖ അലാ ഇബ്നതൈൻ ഔ ഉഖ്തൈൻ ഔ ദവാതൈ ഖറാബത്തിൻ യഹ്തസിബു النفقة عليهما حتى يغنيهما الله من فضله ഔ യക്ഫിയഹുമാ കാനതാ ലഹു സിത്റൻ മിനൻ നാർ എന്നാണ്. മൻ അൻഫഖ അലാ ഇബ്നതൈൻ, രണ്ട് പെൺമക്കൾക്ക് ഒരാൾ ചെലവിന് നൽകി, ഔ ഉഖ്തൈൻ അല്ലെങ്കിൽ രണ്ട് സഹോദരികൾക്ക് നൽകി, ഔ ദവാതൈ ഖറാബത്തിൻ അല്ലെങ്കിൽ അടുത്ത ബന്ധമുള്ള രണ്ട് സ്ത്രീജനങ്ങൾക്ക് ചെലവിന് നൽകി, യഹ്തസിബു النفقة عليهما, അവർക്ക് ചെലവിന് നൽകിയപ്പോൾ അതിൽ കൂലി അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ച് മാത്രം ആ ചെലവിന് നൽകൽ, ഹത്താ യുഗ്നിയഹും അല്ലാഹു മിൻ ഫദ്ലിഹി ഔ യക്ഫിയഹുമ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അള്ളാഹിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഐശ്വര്യം നൽകുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു പര്യാപ്തത നൽകുന്നത് വരെ ചെലവിന് നൽകിയിട്ടുണ്ട് എങ്കിൽ കാനതാ ലഹു സിത്റൻ മിനൻ നാർ, ആ ചെലവ് നൽകപ്പെട്ട രണ്ട് സ്ത്രീകൾ, സഹോദരികളാകട്ടെ പെൺമക്കളാകട്ടെ അടുത്ത ബന്ധമുള്ള ഏത് മഹദികളാകട്ടെ, നരകത്തിയിൽ നിന്ന് അവർ ഈ വ്യക്തിക്ക് മറയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇസ്ലാമിക സമൂഹത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സ്ത്രീകൾ ഒന്നുകിൽ ഒരാളുടെ ഉമ്മയാണ്, അല്ലെങ്കിൽ പുത്രിയാണ്, അല്ലെങ്കിൽ സഹോദരിയാണ്, അല്ലെങ്കിൽ മാതൃ സഹോദരിയാണ്, അല്ലെങ്കിൽ പിതൃ സഹോദരിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താനുമായി ബന്ധപ്പെട്ട ഈ സ്ത്രീ ജനങ്ങളെ സംരക്ഷിച്ചാൽ, ദീൻ പറഞ്ഞ ഇസ്ലാം പറഞ്ഞ ബാധ്യതകൾ നിർവഹിച്ചാൽ ഒരിക്കലും ഇസ്ലാമിക സമൂഹത്തിൽ അന്യാശ്രയക്കാരാകുന്ന അബലകളായി അന്യരോട് യാചിക്കുന്ന വിധമുള്ള സ്ത്രീജനങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയേ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മാതൃ സഹോദരി മാതാവിന് തുല്യം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായത്. മാതാവിന് പുണ്യം ചെയ്യാൻ പറഞ്ഞു. മാതാവ് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ
മാതൃ സഹോദരി ഉണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പുണ്യപ്രവൃത്തി അവർക്ക് നേരെ നിർവഹിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാക്കളും മക്കളും സഹോദരികളും മാതൃ സഹോദരികളും പിതൃ സഹോദരികളും മാത്രമല്ല ഈ ഒരു സംരക്ഷണത്തിലും കാവലിലും കഴിയാൻ നിശ്ചയിക്കപ്പെട്ടവരും വിധിക്കപ്പെട്ടവരും ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളിൽ മസ്ജിദുൻ നബവിയിൽ സ്ത്രീജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാർപ്പിച്ചത്. എന്നിട്ട് അവർക്ക് സുരക്ഷയും സംരക്ഷണവും സഹായവും കനിഞ്ഞത് നമ്മൾ വായിക്കുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ. ഒരു ഉദാഹരണം, മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന ഒരു മഹദി, അവർ ഒരു കുടുംബത്തിൽ വേല ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. പക്ഷെ അവർ ചെയ്യാത്തൊരു കുറ്റത്തിൽ അവർ വിചാരണ ചെയ്യപ്പെട്ടു. നിരപരാധിയായിട്ടും അവരിൽ കുറ്റം ആരോപിക്കപ്പെട്ടു. പിന്നീട് ആ കുടുംബക്കാർക്ക് ഈ സ്ത്രീ നിരപരാധിയാണ് എന്ന് തെളിയുകയുണ്ടായി. അവർ ക്ഷമാപണം നടത്തിയപ്പോൾ ഈ സ്ത്രീ അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ വിട്ടേക്കണം, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. അവർ അന്ന് മുസ്ലിമത്തായിരുന്നില്ല. അങ്ങനെ ആ കുടുംബക്കാർ അവരെ സ്വതന്ത്രമാക്കുകയും ഈ മഹദി മദീന അണയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായി. മാസങ്ങൾ ഈ മഹദി താമസിച്ചത് മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയ ഒരു കൂടാരത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് സന്ദർശകയായിരുന്നു ഈ മഹദി എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഇരിക്കുകയും സംസാരിക്കുകയും അവരുടെ പൂർവ്വകാലത്തെ അനുസ്മരിച്ച് അവരുടെ വിഷയങ്ങളെല്ലാം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീജനങ്ങളെ സംരക്ഷിച്ചിരുന്ന, സഹായിച്ചിരുന്ന ചരിത്രങ്ങൾ ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുവാനാകും. ഈ ഒരു വിഷയം ഏറെ പരാമർശിക്കപ്പെടേണ്ട, സവിസ്തരം പ്രതിപാദിക്കപ്പെടേണ്ട ഒരു ഭാഗമാണ്. പക്ഷേ ചില ചരിത്രങ്ങളെ അനുസ്മരിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ അനുസ്മരിച്ചു എന്ന് മാത്രം. ചില ചരിത്രങ്ങളെ ഉദ്ധരിച്ച് ഈ ഒരു വിഷയം ഞാനിവിടെ ചുരുക്കി അനുസ്മരിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യദീനിൽ യഥാവിധം പഠനം തുടരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നാലും ഗൾഫിലിരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്? അതിനെന്താ, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡെന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിൽ ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.